ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ ഇംഗ്ലീഷ് വെബ് സീരീസിലേക്കാണ്. സീരീസിൻ്റെ പേര് 0 Day എന്നാണ്. ഒരു 2-3 വീക്സ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് സീരീസ് വന്നിരിക്കുന്നത്. സീരീസിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് റോബർട്ട് ഡി നീറോ ആണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ജെസ്സി പ്ലിമോൺസ് ഉണ്ട്, നമ്മൾ ബ്രേക്കിംഗ് ബാഡിലുള്ള. പിന്നെ ഏഞ്ചല ബാസറ്റ് ഉണ്ട്, ലേസി കാപ്ലൻ ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ ആക്ടേഴ്സായിട്ട് വരുന്നത്. ഈ സിനിമയുടെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് എറിക് ന്യൂമാൻ ആണ്. അദ്ദേഹത്തിനോടൊപ്പം വേറെ കുറച്ച് ആൾക്കാരുമുണ്ട്, പക്ഷേ എറിക് ന്യൂമാനാണ് മെയിൻ. അദ്ദേഹം നാർക്കോസ് പോലുള്ള ഗംഭീര സീരീസുകൾ ക്രിയേറ്റ് ചെയ്ത ആളാണ്. ഇനി ഡയറക്ടർ ലെസ്ലി ലിങ്കയാണ്, ഹോംലാൻഡ് സീരീസൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോറി, ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, അമേരിക്കയിൽ പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒരു സൈബർ അറ്റാക്ക്. ആൾക്കാരുടെ ഫോണും ലൈറ്റ് ഇലക്ട്രിസിറ്റി ഗ്രിഡും എല്ലാം പോകുന്നു. കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ഔട്ട് സിറ്റുവേഷൻ. ആൾക്കാരുടെ ഫോണിൽ മെസ്സേജ് വരുന്നു, ലൈക്ക് ദിസ് വിൽ ഹാപ്പൻ അഗെയിൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായ ആഞ്ചല ബാസറ്റാണ് ആ റോള് കൈകാര്യം ചെയ്യുന്നത്. പുള്ളിക്കാരി മുൻ പ്രസിഡൻ്റായ ജോർജ് മുള്ളൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന റോബർട്ട് ഡി നീറോയെ ഹെഡാക്കിയിട്ട് ഒരു കമ്മീഷൻ, ഒരു അന്വേഷണ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ബാക്കിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്, ഈ ഹാക്കിങ്ങിൻ്റെയും മറ്റുമൊക്കെ. അപ്പോൾ ഈ കമ്മീഷൻ്റെ ക്രിയേഷൻ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും മുകളിലായിട്ടുള്ളൊരു ക്രിയേഷനാണ്. കാരണം അൾട്ടിമേറ്റ് പവർ കൊടുത്തിട്ടാണ് ഈ കമ്മീഷനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്മീഷൻ വരുന്നു, അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു, അവർ കുറ്റവാളികളെ കണ്ടുപിടിക്കുമോ, ആരാണ് കൃത്യം ചെയ്തത്, ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നൊരു സീരീസാണ് 0 Day. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ് റോബർട്ട് ഡി നീറോ ഈ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഈ അന്വേഷണ കമ്മീഷൻ ഹെഡായിട്ട് വരുന്നത്. ജോർജ് മുള്ളൻ എന്ന് പറയുന്ന മുൻ പ്രസിഡൻറ്റിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ സീരീസ് മാർക്കറ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ ഘടകം. ഇനി ഇതിൻ്റെ ഒരു വൺ ലൈൻ റിവ്യൂ, അല്ലെങ്കിൽ ഒരു ഓവറോൾ റിവ്യൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എന്നുള്ള കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, റോബർട്ട് ഡി നീറോയുടെ പെർഫോമൻസ് ആണ് ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു ചെറിയ മൈന്യൂട്ട് ഇമോഷൻസിൽ പോലും അല്ലെങ്കിൽ ആക്ഷൻസിൽ പോലും ശ്രദ്ധ കൊടുത്ത് അതിനെ പെർഫെക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് റോബർട്ട് ഡി നീറോ. അത് നമുക്ക് ഇതിൻ്റെ അകത്തും കാണാനായിട്ട് സാധിക്കും, ഈ സീരീസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗംഭീരമായ പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ ഈ സീരീസിലുടനീളം. ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ പെർഫോം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അങ്ങനെ ഒരു ക്യാൻവാസിനും എബോവ് ആയിട്ട് നിന്നുകൊണ്ട് പെർഫോം ചെയ്യാനുള്ള ഒന്നും തന്നെയും ഇല്ല. ഇനി സീരീസിൻ്റെ ഒരു എൻഗേജിങ് ആണോ, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ജോണറിലാണ് ഇത് വരുന്നത്, ഇത് എൻഗേജിങ് ആണോ, ഇത് എന്തുമാത്രം നമുക്കിത് ഒരു ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായം മോശമല്ല, എന്നാൽ ഭയങ്കര കിടിലുമല്ല, ഒരു എബോവ് ആവറേജ് രീതിയിൽ നിൽക്കുന്ന ഒരു സീരീസാണ്. അതിൻ്റെ ഒരു നല്ല സൈഡ് എന്ന് വെച്ചാൽ, ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നിച്ചാൽ ഇതിൻ്റെ ഒരു ഡാർക്ക് മൂഡാണ്. ഈ സീരീസിന് മൊത്തത്തിൽ ഒരു ഡാർക്ക് മൂഡിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഭയങ്കരമായ ഹാപ്പനിങ് സാധനങ്ങൾ നടക്കുന്ന ഒരു വെബ് സീരീസ് അല്ല. ഇപ്പം നാർക്കോസ് പോലെയൊന്നും നമുക്ക്, എറിക് ന്യൂമാൻ ആയതുകൊണ്ട് നാർക്കോസ് പോലുള്ള ഒരു സീരീസ് അല്ല, പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ പോകുന്ന ഒരു സീരീസാണ്. പക്ഷേ റോബർട്ട് ഡി നീറോയുടെ കലക്കൻ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസാണ്. ഇത് അടുത്തെന്ന് സംഭവിക്കും, ഒരു ക്ലിഫ് ഹാങ്ങേഴ്സുള്ള സാധനം തന്നെയാണ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അവസാനം കൊണ്ട് നിർത്തുന്നതും അടുത്ത എപ്പിസോഡ് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ പാളിപ്പോയത് ഇതിൻ്റെ സ്ലോ എക്സിക്യൂഷനാണ്. ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീരീസ് ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്ലോ പേസ് സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് നല്ല എൻഗേജ്ഡ് ആയിട്ട് തോന്നും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നുള്ളൊരു ഫീലിംഗ് തോന്നും എനിക്ക്. പക്ഷേ എനിക്ക് സ്ലോ സീരീസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കൂടിയും എനിക്ക് അതൊരു വലിച്ചു നീട്ടല്, അതിൻ്റെ ഒരു 3rd എപ്പിസോഡ് തൊട്ട് ഒരു 6th to 7th എപ്പിസോഡ് വരെ എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ റോബർട്ട് ഡി നീറോയ്ക്ക് വേണ്ടിയിട്ട് ഈ സീരീസ് മൊത്തം നമുക്ക് കൂളായിട്ടിരുന്ന് വാച്ചാണ്. എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സീരീസ് ഫുൾ കാണാനുള്ള റീസൺ അദ്ദേഹമായിരുന്നു. ബാക്കി എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ റേസി ആയിട്ടും പേസൊക്കെ കൂട്ടിയൊക്കെ എടുക്കാമായിരുന്നു എന്നെനിക്ക്
തോന്നി. എന്തായാലും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാണണം എന്ന് ആഗ്രഹമുള്ള, ഒരു ഡാർക്ക് ആൻഡ് സ്ലോ പൊളിറ്റിക്കൽ ത്രില്ലർ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒരു ഹൗസ് ഓഫ് കാർഡ്സ് പോലുള്ള സീരീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ആയിരിക്കും സീറോ ഡേ. അപ്പോൾ തീർച്ചയായിട്ടും സീരീസ് കണ്ടിട്ടുള്ളവർ കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.